ഷീമാട്ടിയിൽ ഓഫർ നടക്കുക, ഞങ്ങൾ അവിടേക്ക് പോകാം കേട്ടോ. കുറേ ദിവസമായി ലോങ് വീഡിയോസ് ഒക്കെ വന്നിട്ട്. അപ്പോൾ എന്തായാലും അവിടെ ഈ 90% ഓഫർ എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പോയി കാണാം. പിന്നെ സെറ്റ് സാരി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വാങ്ങാനായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമയം രാവിലെ 10:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ ഷീമാട്ടിയിലെത്തി. ഇവിടെ ആദ്യം വന്നത് ഈ ഒരു സെറ്റ് സാരി സെക്ഷനിലേക്കാണ്. ഇനി ഓണം വരുവാണല്ലോ, അപ്പോൾ ഡിസ്കൗണ്ടിന് വാങ്ങിച്ചു വെച്ചാൽ ആ സമയത്ത് കൊടുക്കാമെന്ന് കരുതി ഡിസ്കൗണ്ട് സെയിലിന് വെച്ചിരിക്കുന്ന സാരീസിൻ്റെ ഒറിജിനൽ പ്രൈസും ഡിസ്കൗണ്ട് പ്രൈസും അവർ ആ സാരിയിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ സ്ക്രീനിൽ എന്തായാലും ഡിസ്കൗണ്ട് പ്രൈസ് കൊടുത്തേക്കാം. ഇപ്പോൾ ഓഫർ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞാണ് ഞങ്ങൾ എത്തിയത്. സെറ്റ് സാരിക്കൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടെന്നായിരുന്നു കേട്ടത്. പക്ഷെ അവിടെ ചെന്നപ്പം അത്രയും ഉണ്ടെന്നൊന്നും തോന്നിയില്ല. പിന്നെ ഈ ഒരു സെറ്റ് സാരിയിൽ ഇത് കഴിഞ്ഞ വർഷം ഞാൻ ഡിസ്കൗണ്ട് സെയിലിന് വാങ്ങിച്ചായിരുന്നു. 760 രൂപ എന്തോ ആയിരുന്നു പ്രൈസ്. ആ പ്രൈസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഈ സാരി ഇപ്പോഴും ഉണ്ട്. പക്ഷേ ക്വാളിറ്റി വൈസ് ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ അന്ന് ഡിസ്കൗണ്ട് പ്രൈസിനാണല്ലോ വാങ്ങിച്ചത്. ഈ കാണുന്നത് നമ്മുടെ മലയാള അക്ഷരമാല നെയ്തെടുത്ത ഒരു സാരിയാണ്. ഇതൊക്കെ 500 രൂപയ്ക്ക് കിട്ടുന്ന ഭയങ്കര ലാഭം കേട്ടോ. ഞാനിപ്പോൾ ആലോചിക്കും, ആദ്യത്തെ വീക്കിൽ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ നല്ല കളക്ഷൻസ് ഒക്കെ കിട്ടിയിരിക്കണമെന്ന്. ഈ കാണുന്നതും നല്ല അടിപൊളി ഒരു സാരി കേട്ടോ. ടിഷ്യൂല് വരുന്ന എല്ലാ ഒക്കേഷനും നമുക്ക് ഉടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാരി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 1000-ന് മേളിലാണ് വരുന്നത്. അതുപോലെ ഈ കാണുന്നത് ഒരു സെമി ലിനൻ പാറ്റേണിൽ വരുന്ന സാരിയാണ്. അതിൽ ഫ്ലോറൽ പ്രിന്റിംഗ് ഒക്കെ വരുന്നുണ്ട്. അതും നന്നായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ സാരിക്ക് ഇത്തിരി വെയിറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഞാൻ ഈ കാണിക്കുന്ന എല്ലാം ഒരു 1000, 2000 ആ റേഞ്ചിനകത്ത് ഒതുങ്ങുന്ന സാരികളാണ്. പക്ഷേ ഒറിജിനൽ കാഞ്ചീവരം സാരിയൊക്കെ ഉണ്ട് ഡിസ്കൗണ്ടിൽ. അതൊക്കെ ഒരുപാട് പേര് വന്ന് കുറേയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എവിടെയെങ്കിലും ചെറിയ ചെറിയ പാളിച്ചകളൊക്കെ കാണും. പക്ഷെ അതൊന്ന് നോക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് ലാഭമാണ് കേട്ടോ. ഇതിപ്പോൾ ഷീമാട്ടിയുടെ ഡിസ്കൗണ്ട് സെയിലിന് പോകുന്നത് 3ാമത്തെ വർഷമാണ്. എനിക്കിതിൽ ഏറ്റവും ഡിസ്കൗണ്ട് ഉള്ളതായിട്ട് തോന്നുന്നത് ഇവരുടെ സാരി സെക്ഷനിലാണ്. ബാക്കി ഒന്നിലും അത്ര അങ്ങനെയില്ല, ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ ഇത്തവണ ഞങ്ങൾ ഓഫർ പ്രൈസിലുള്ള കുർത്തി പാൻറ് സെറ്റ് വാങ്ങാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോഴാണ് അതിന് ട്രയൽ ഇല്ലെന്ന് അറിഞ്ഞത്. അത് വളരെ മോശമായി പോയി കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ ട്രയൽ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുക്കത്തില്ല. ഇത് നമ്മൾ ഡിസ്കൗണ്ടിന് വാങ്ങുന്ന സാധനം ട്രയൽ ചെയ്ത് നോക്കാതെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഇടാൻ പറ്റില്ലെങ്കിൽ അത് നമുക്ക് റിട്ടേൺ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ ഒന്നും മാർഗ്ഗമില്ല. കാരണം ഡിസ്കൗണ്ട് സെയിലിൽ വിൽക്കുന്ന സാധനം അവർ തിരിച്ചെടുക്കത്തില്ല. ഈ കാണുന്ന പട്ടിൻ്റെ ടൈപ്പ് സാരികളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ 760, 800 ആ ഒരു റേഞ്ചിൽ കിട്ടും. ഞാൻ പറയായിരുന്നു, സാരി ഉടുക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ ധാവണി ഉടുക്കുന്ന കുട്ടികളാണെങ്കിൽ ധാവണി അടിക്കാൻ നല്ലതായിരിക്കും, അല്ലെങ്കിൽ പട്ടുപാവാട അടിക്കാൻ നല്ലതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച് എനിക്കൊന്ന് 450 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച് ഇതുപോലത്തെ സാരികൾ, ഈ പാറ്റേൺ അല്ല എന്നാലും പട്ടുസാരി പോലത്തെ സാരികളൊക്കെ ഞാൻ പിള്ളേർക്ക് ഇവിടെ പാവാടയും ബ്ലൗസും ഒക്കെ തയ്പ്പിച്ചായിരുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഷീമാട്ടിലേക്ക് ഈ ഡിസ്കൗണ്ട് സെയിലിൽ സാധനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞങ്ങൾ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കായി. ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഷീമാട്ടിയുടെ ഈ ഒരു സെയിൽ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു നമ്മൾ ചെല്ലുമ്പോൾ സാധനങ്ങളൊന്നും കാണത്തില്ലെന്ന്. പക്ഷെ അങ്ങനെയല്ല, അവരിങ്ങനെ റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നിന്നപ്പോൾ തന്നെ കുറേ ട്രോളികളിൽ കുറേ സാരികൾ കൊണ്ടുവന്നിട്ട് അവർ ഹാങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ഇതിൽ നിന്ന് നോക്കിയെടുക്കാം. അല്ലാതെ അവിടെ ഇരിക്കുന്ന സാരികൾ തീർന്നു പോയി അങ്ങനല്ല കേട്ടോ. പിന്നെ ജൂലൈ 30 വരെ എന്തോ ആണ് ഈ ഒരു സെയിൽ നടക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ പോയാൽ നമുക്ക് അത്യാവശ്യം സാരിയാണ് മെയിനായിട്ട് നല്ല രീതിയിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ഞാൻ സാരി അധികം ഉടുക്കാത്തതുകൊണ്ട് അമ്മമാർക്കോ അല്ലെങ്കിൽ പിള്ളേർക്ക് പട്ടുപാവാട തയ്ക്കാനുള്ള ആവശ്യത്തിനൊക്കെയാണ് ഞാൻ വാങ്ങാറുള്ളത്. ഈ ഒരു കോട്ടൺ സാരി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രൈസ് 450 രൂപയാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്, അത്യാവശ്യം തിരക്കായ ഒരു സമയത്ത് ഒരാൾ ഒരു കാർട്ടൺ ബോക്സിനകത്ത് കുറച്ച് സാരികളുമായിട്ട് വരുന്നു. എന്നിട്ട് അതിങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്താ സംഭവം. ഓരോരുത്തർ പറഞ്ഞത് ആ സാരിക്ക് 100 മുതൽ 250 രൂപ വരെയാണ് പ്രൈസ്. അപ്പോൾ അതിങ്ങനെ എറിഞ്ഞു കൊടുക്കുമ്പം ചാടി പിടിക്കത്തില്ലേ, അവർക്കാണ് ഇത് കിട്ടുന്നത്. അത് ഭയങ്കര ലാഭമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് ചാടി പിടിക്കാൻ കുറേ പേര് നിൽപ്പുണ്ട്. ഇത് ഈ കാണുന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ ആൾക്കാർ ഈ തിക്കും തിരക്കും കൂടി ഈ ചാടി പിടിക്കുന്ന സാരി നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തിനാ അതിങ്ങനെ തിരക്ക് കൂട്ടി വാങ്ങുന്നതെന്ന് എനിക്ക് തോന്നി. നെക്സ്റ്റ് നമ്മൾ വന്നത് ചുരിദാർ സെക്ഷനിലേക്കാണ്. ഇവിടെ അങ്ങനെ പറയത്തക്ക കളക്ഷനൊന്നും ഇല്ല. പിന്നെ കുറേ സാധനങ്ങളുണ്ട്. എല്ലാം ഒരു 1000 എബോ റേഞ്ചിലാണ് വരുന്നത്. 2500, 3000 രൂപയുടെയൊക്കെ ചുരിദാർ മെറ്റീരിയൽ നമുക്ക് ഒരു 1300, 1400 രൂപയ്ക്കൊക്കെ കിട്ടിയെന്നിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഷീമാട്ടിലെ വിശേഷങ്ങൾ. ഞാൻ കണ്ടതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.